വെക്ടർ ഓൾജിബ്രയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഇന്ന് പറയുന്നത്. 7 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ഏറ്റവും ആദ്യം ഇതേപോലെ 2 പോയിന്റ് തരും, വന്നിട്ട് അതിൻ്റെ വെക്ടർ ഇതിൽ കാണാൻ പറയും. സിമ്പിളാണ്. എന്ത് ചെയ്യുക? x2 - x1 × i, y2 - y1 × j പ്ലസ് z2 - z1 × k ആണ്. സോ അടുത്ത നമ്മൾ പഠിക്കേണ്ടത് മാഗ്നിറ്റ്യൂഡ് ആണ്. ഒരു വെക്ടർ തന്നെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? √(x² + y² + z²). അത് എല്ലാവരുടെയും കോഎഫിഷ്യൻറ്റുകളെ സ്ക്വയർ ചെയ്യുക, സ്ക്വയർ റൂട്ട് എടുക്കുക. ദെൻ യൂണിറ്റ് വെക്ടർ എലോങ് എ ഡയറക്ടർ, അതായത് ഇൻ ദ ഡയറക്ഷൻ എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? a cap is equal to a vector divided by magnitude. മാഗ്നിറ്റ്യൂഡ് ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചില്ലേ ആ സാധനം. അപ്പോൾ ഇത് നിർബന്ധമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. ദെൻ a.b ആണ്. a.b എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കോസ് തീറ്റ ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതോടൊപ്പം തന്നെ a.b എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ വാല്യൂ ആണ്. അതൊരിക്കലും മറന്നു പോരുത് കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ആണ്. പ്രൊജക്ഷൻ്റെ ഇക്വേഷൻ എന്താണ്? a.b ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ്. അപ്പോൾ എന്തിലേക്കാണ് നോക്കുക? ഓൺ ബി ആയതുകൊണ്ട് താഴത്തെ എന്ത് ചെയ്യുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എടുക്കുക. ദെൻ അടുത്തത് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. എന്താണ് ഇക്വേഷൻ? a.b ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ്. ഫൈനൽ ആൻസറിൽ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായിരിക്കും? കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആൻസർ വരും. ഇതൊരിക്കലും മറന്നു പോരുത് കേട്ടോ. നെക്സ്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. a ക്രോസ് ബി എന്ന് പറയുന്നത് വെക്റ്റർ പ്രൊഡക്റ്റ് ആണ്. a.b എന്ന് പറയുന്നത് സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്. ഇക്വേഷൻ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സൈൻ തീറ്റയാണ്. എങ്ങനെയാണ് ഈ a ക്രോസ് ബി കാണുക? 2 വെക്ടർ തരുമ്പോൾ ആദ്യമേ തന്നെ ij എടുക്കുക. ആദ്യത്തെ വെക്ടറിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതുക, സെക്കൻഡ് വെക്ടറിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതുക. ദെൻ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. ഇതും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കുറവാണ്. നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഇക്വേഷൻ എന്താണ്? a ക്രോസ് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് a ക്രോസ് ബി ആണ്. സോ ഏരിയ ഓഫ് പാരലലോഗ്രാം പഠിക്കുക. എന്താണ്? a ക്രോസ് ബി കാണാം, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് പാരലോഗ്രാം ആണ്. അതായത് ഒരു പാരലോഗ്രാമിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 സൈഡുകളായിരിക്കും a വെക്ടറും b വെക്ടറും എന്ന് പറയുന്നത്. ഇനി ഒരാളും കൂടി ഉള്ളൂ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കാനുള്ളത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് a ക്രോസ് ബി എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓൾ ദ ബെസ്റ്റ്.